എത്ര മുർഷി പഞ്ചാബിന്റെ കഥ എല്ലാ കളിയും ഒരു അവസാനം വരെ നോക്കും, എന്നിട്ട് അവിടെ തോൽക്കും ചെയ്യും. പഞ്ചാബിന് നിർഭാഗ്യാണ്, ഭയങ്കര പ്രശ്നം. കഴിഞ്ഞ കളി 2 റണ്ണിന് തോറ്റു. ഈ കളിയിലും അവസാനം വെച്ച് ജയിക്കുന്നൊരു തോന്നലുണ്ടാക്കി കടന്ന് കളിയാന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു അവസ്ഥ. മധുരം തന്നു അത്ര കൂട്ടിയാ മതി. അല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ടേണിങ്സ് ആണ് അതൊക്കെ. പിന്നെ ഹെറ്റ്മേറിന്റെ അടികൊണ്ട് നിങ്ങൾ കഴിച്ചില്ല, എല്ലാ ദിവസവും അടിച്ചതാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂപ്പര് എല്ലാ ദിവസവും അടിച്ചിരുന്ന ഒരു മനുഷ്യരാ. 200 മേലെയാണ് ഡെത്ത് ഓവറിൽ മൂപ്പര് സ്ട്രൈക്ക് റേറ്റ് ഉള്ളത്. നിങ്ങൾ ഇന്നലെ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കാണ്ട് ആകെ ഒരു പേടിയും ബേജാറൊക്കെ പരീക്ഷണം നടത്തിയ കോട്ടിയാനൊക്കെ ഞങ്ങൾ കൊട്ടിടാൻ വേണ്ടി ഇറക്കി. കൊട്ടിട്ടാ മതി, കാരണം 247 പിന്നെ ഞങ്ങൾ സഞ്ജു പറഞ്ഞു കൊട്ടിയാൻ കിടലാണെന്ന്. അത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ലോവർ മിഡിലിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനെ പിടിച്ചുകൊണ്ട് പവർ പ്ലേ അതെന്തുകൊണ്ടാന്നും പറയുന്നുണ്ട് സഞ്ജു. ഓൾറെഡി ഒരു സെറ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് ഓർഡർ ഉണ്ട്, അപ്പൊ അതിന് വല്ലാതെ കളിച്ചണ്ട. പിന്നെ പ്രത്യേകിച്ച് ജോസ് ബട്ട്ലർ കഴിഞ്ഞ ഈ കളി കളിക്കാൻ ഫുള്ളി ഫിറ്റ് അല്ല. അപ്പൊ ഒരാളെ ഇറക്കുമ്പോ അതിനനുസരിച്ച് ആ ബാറ്റിംഗ് ഓർഡറിന് മാറ്റം വരുത്തണ്ടെന്ന് വിചാരിച്ച് ചെയ്താണ്. അല്ലാതെ അതിലൊന്നും ഒരു കാര്യം. ഇന്നലെ നിങ്ങളെ പരീക്ഷണം നടത്തി പാളി. എവിടെ പാളി? ഞങ്ങൾ ജയിച്ചില്ലേ? ജയിച്ചവിടെ പാളി. പിന്നെ ന്യായീകരണങ്ങളൊക്കെ പറയാൻ 157 റണ്ണുള്ളത്. അവ പിന്നെ കൊട്ടിടാൻ വേണ്ടി ഒരാളെ ഇറക്കി, അത്ര കൂട്ടിയാ മതി. ഒരു 10-20 റണ്ണിന്റെ ഷോട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം 10-20 റണ്ണ് കിട്ടിയെന്ന് വിചാരിച്ചോളി. ആ ക്യാച്ച് അശുതോഷിന്റെ പോയി കൺഫ്യൂഷൻ സഞ്ജു മനയായിങ്ങാണ്ട്, അല്ലെങ്കിൽ 120 തീർന്നേ. എന്നിട്ടാണ് 20 റണ്ണ് അതിന്റെ അപ്പുറത്ത് ഈ 20 ഞങ്ങൾക്ക് കിട്ടിയതിനെ കൂട്ടിക്കോളി. അശുതോഷൊക്കെ സൂപ്പറായിട്ട് കളിച്ചു. അതെ, അതാണ് കിട്ടിയതാണ് 20. എന്നിട്ടാണ് നിങ്ങൾ എങ്ങനെ അപ്പുറത്തും 20 ഉണ്ടാവും പറഞ്ഞത്. അതൊന്നും പറയാൻ പറ്റൂലല്ലോ. ഞങ്ങൾ പ്രത്യേകിച്ച് സാംകറിന്റെ ക്യാപ്റ്റൻസി ഒക്കെ ഇന്നലെ വളരെ ക്ലീൻ ആൻഡ് നീറ്റ്. ലാസ്റ്റിൽ പിന്നെ ഹെറ്റ്മേറിന്റെ അടി. അതാണ് ഞാൻ ചോദിച്ചാൽ വന്നത്. നിങ്ങൾ ആ ചെങ്ങായിനെ മാറ്റിയാണ് പിന്നെ ക്യാപ്റ്റൻ ആയിക്കാണ് കൊണ്ടിറക്കുന്നത്. അതിപ്പോ വരും. പക്ഷെ സാംകറിന് കിട്ടിയ അവസരത്തെ ഉഷാറാക്കി. മൂപ്പരെ ബോളിംഗ് ഉഷാറായിരുന്നു, ക്യാപ്റ്റൻസി അതേമാതിരി ബോളിംഗിന് ഉപയോഗിക്കുന്ന ഉഷാറായിരുന്നു. പിന്നെ അതേമാതിരി ഫീൽഡ് സെറ്റ് ആണ് ഉഷാറായിരുന്നു. മധുരം തന്നപ്പോ വലിയ വർത്താനങ്ങൾ പറയാ. കളി ഇന്നലെ നിങ്ങൾ തോറ്റിക്കാം, അതിനെ പറ്റി വർത്താനം. അത് നിങ്ങളെ ഔദാര്യം തന്നെയാണ്. നിങ്ങൾ കുറച്ചൊക്കെ അടിച്ചോട്ടെ ഒക്കെ കാര്യങ്ങൾ കളി കാണുന്നവർക്ക് രസമാണ്. നിങ്ങൾക്ക് 150 യാഗങ്ങൾ എടുത്തും ചെയ്തിരിക്കണേ. എന്താ നിങ്ങളെ ഔദാര്യം. ശരി, ഞങ്ങള് സൂപ്പർ ആയിട്ടൊക്കെ മാനേജ് ചെയ്തു. പിന്നെ നിർഭാഗ്യം കൊണ്ട് സൂപ്പറായിട്ട് തോറ്റ്. ഇതാണ് മനസ്സിലായത്. തോറ്റിന് ശേഷം പറയാണ് ഞങ്ങൾ സൂപ്പറായിട്ട് കളിച്ചു. നിങ്ങൾ തോറ്റു, നിങ്ങൾ എല്ലാ കളി തോൽക്ക. എത്ര നിർഭാഗ്യം. നിങ്ങൾ തോറ്റ്, അതാണ് സമ്മതിച്ചാൽ. ഞങ്ങൾക്ക് അവിടെ ഹെറ്റ്മേറും പവലൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് എന്തായാലും അവസാനം അടിച്ചാന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പവല് പോയാലും ഹെറ്റ്മേറും ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ ഈ ലാസ്റ്റ് ഓവറിൽ എത്ര എണ്ണാകാൻ വേണ്ടിയത്? 10 റൺസ് അല്ലേ? പൊട്ടക്കണക്കിന് ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 147 ടാർഗറ്റുകൾ ചെറിയ ടാർഗറ്റ് ഞങ്ങൾ ചെറുതാക്കി വെച്ചല്ലേ. എന്നിട്ട് എത്ര വിക്കറ്റുകൾ പോയി? ഒരു കാര്യമില്ല, വിക്കറ്റ് 10 പോവാ ചിലപ്പോ, പക്ഷെ ജയിച്ചാൽ മതി. ജയിച്ചാൽ മതി. സ്ട്രഗിൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ എത്ര പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര പോയിന്റ് നോക്കിയാൽ. അത് മാത്രല്ല, ഇനിയിപ്പോ ഞങ്ങൾ ഒരു കാലം ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് പ്ലേ ഓഫ് ഒക്കെ. നിങ്ങളൊക്കെ എപ്പോ എത്താനാണ്?